നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം ചടങ്ങിൽ അധ്യക്ഷയായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപം പണികഴിപ്പിച്ച ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ. 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. യോഗത്തിൽ വി സബിൽ രാജ് അധ്യക്ഷത വഹിക്കും. കാവും കുളവും നവീകരിക്കാൻ MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി നടത്തി. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. SDPI ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം പുതുതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA അഭിപ്രായപ്പെട്ടു. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാണി സി കാപ്പൻ. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA അഭിപ്രായപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. കേരള ഡെമോക്രാറ്റിക് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംബ്ലി രീതി എത്ര സീറ്റ് എന്തായാലും ഒരു കണിയാൻ പോയി ചോദിക്കേണ്ട ആ അധികാരത്തിന്റെ ഭാഗഭാഗികളായി പാർട്ടിയെ കൊണ്ട് ജനങ്ങൾക്കും പാർട്ടിയെ കൊണ്ട് പ്രവർത്തകർക്കും പ്രവർത്തകരെ കൊണ്ട് പാർട്ടിക്കും പ്രയോജനം ഉണ്ടാവണം എന്ന പോളിസി കേരളത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അമ്പലപ്പുഴ അധ്യക്ഷത വഹിച്ചു. സുൽഫിക്കർ മയൂരി, സലീം P മാത്യു, കടകംപള്ളി സുഗു, ബേബി തോമസ്, സിബി മാത്യു, പ്രദീപ് കരുണാകരൻ പിള്ള, ജിജി പുന്തല, മൻസൂർ റഹ്മാനിയ, സുധീർ നാലുകെട്ട്, പുന്നപ്ര അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ ബിജു കോട്ടുപള്ളി, ഷബീർ അബ്ബാസ്, TP രാജൻ, ഹാഷിം വിയപുരം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം അധ്യക്ഷത വഹിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഹസീന നൌഷാദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ സെക്രട്ടറി ബസാറിന് സമീപം കച്ചി മഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കല്ല, ഈ ഒരു തിരിച്ചറിവിന്റെയും ഈ ഒരു ആത്മവിശ്വാസത്തിന്റെയും ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. കാരണം പഴയ കാലത്ത് നമുക്ക് വരുന്ന രോഗങ്ങൾക്ക് സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ചികിത്സിക്കുന്നതിന് വേണ്ടി വരുന്ന ഫണ്ടിനെ സംബന്ധിച്ച്, തുകയെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ വല്ലതുണ്ടോ? ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത നിലയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കുഞ്ഞിന് 3.5 വയസ്സുള്ള കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ കമാലം മാക്കിയിൽ, മറിയ ഉമ്മൻ എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ ബി നസീർ, സെമി ഷാഫി ഖാൻ, ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM ഷിറാസ്,
ആരിഫ്, AM നൗഫൽ തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഹസീന നൌഷാദ് സ്വാഗതവും ട്രഷറർ ലൂസി ജോഷി നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് സമൂഹത്തിൽ സന്നദ്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. തുടർന്ന് നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും രോഗികൾക്കുള്ള ധനസഹായം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപം പണികഴിപ്പിച്ച ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. യോഗത്തിൽ വി സബിൽരാജ് അധ്യക്ഷത വഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപത്ത് പണികഴിപ്പിച്ച ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതാണ്ട് 4 നിലകളോടുകൂടി 10,000 സ്ക്വയർ ഫീറ്റുകളുള്ള ബിൽഡിംഗാണ്. അവിടെ സെക്രട്ടേറിയറ്റ് ഹാൾ, എക്സിക്യൂട്ടീവ് ഹാൾ, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം തുടങ്ങിയ അനവധി സാഹചര്യങ്ങൾ അത് പൊതുസമൂഹത്തിനും കൂടെ ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഓഫീസ് പണിതിരിക്കുന്നത്. തീർച്ചയായും അത് വ്യാപാരികൾക്ക് മാത്രമല്ല, നാട്ടിലെ സാധാരണക്കാർക്ക് സഹായം ചെയ്യുന്ന രീതിയിലായിരിക്കും. ഞങ്ങൾക്ക് കേരളത്തിൽ 1500ഓളം ഓഫീസുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഓഫീസുള്ള പ്രസ്ഥാനമാണ് ഏകോപന സമിതി. ആ ഓഫീസുകളൊക്കെ തന്നെ പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഭവനങ്ങളാണ് മൊത്തം. വലിയ ചുടുകാട് ജംഗ്ഷന് തെക്ക് വശം ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തായാണ് 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ വ്യാപാര ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഹാൾ, എക്സിക്യൂട്ടീവ് ഹാൾ, കോൺഫറൻസ് ഹാൾ അടക്കം വ്യാപാര ഭവനിൽ ഒരുക്കിയിട്ടുണ്ട്. പൊതുസമൂഹത്തിനടക്കം ഗുണം ലഭിക്കുന്ന തരത്തിലാകും വ്യാപാര ഭവന്റെ പ്രവർത്തനം. നേരത്തെ പ്രളയസമയത്തും കോവിഡ് കാലത്തും സമിതിയുടെ കീഴിലുള്ള സംസ്ഥാനത്തെ ഓഫീസുകളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും അത്തരം നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. സമിതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി വി സബിൽരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 3-ന് ജില്ലാ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തും. സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. സമിതി സംസ്ഥാന ട്രഷറർ S ദേവരാജനാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, ജില്ലാ ജനറൽ സെക്രട്ടറി വി സബിൽരാജ്, ജേക്കബ് ജോൺ, സലീം രാമനാട്ടുകര, വർഗീസ് വല്യാക്കൻ, KS മുഹമ്മദ്, പ്രതാപൻ സൂര്യാലയം, സുനീർ ഇസ്മായിൽ തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MP-മാരുടെ ഫണ്ട് കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ചെറുതും വലുതുമായ കാവുകൾക്ക് പൂർണ്ണമായ ഒരു വികസനം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് MP-മാരുടെ ഫണ്ട് കാവും കുളവും നവീകരിക്കുന്നതിന് കൊടുക്കണം. അതുപോലെ തന്നെ അതൊരു പുതിയ ആവശ്യമാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുത്താൽ ഗുണമെന്ന് പറയുന്നത് കാവുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കാൻ സഹായകരമാകും. പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാവുകൾ വിശ്വാസികൾ സംരക്ഷിക്കുകയും ഭൂമിക്ക് ഉടമകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കണം. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് 2021 കാവ് വികസനത്തിനുള്ള ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കണമെന്നും കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് എല്ലാ വർഷവും കേരളത്തിലെ കാവുകൾക്കും കുളങ്ങൾക്കും ഗ്രാന്റ് നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്രം നൽകുന്ന ഫണ്ട് എല്ലാ ജില്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വിതരണം ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NN ഗോപിക്കുട്ടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി AK രവീന്ദ്രൻ ശാന്തി, ബേബി പാറക്കാടൻ, മാങ്കുളം GK നമ്പൂതിരി, സുരേഷ് മണ്ണാറശാല, ആര്യാട് സിദ്ദീഖ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി നടത്തി. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു.
യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ജീവിതശൈലിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും ലോകത്തിന് ഭാരതം നൽകിയ വലിയ സംഭാവനയാണ് യോഗയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭൗതികതയിൽ നിന്നും മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്ന പാതയാണ് യോഗയെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ വി അജിത് പ്രഭുവും അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ എം യോഗേഷ്, യോഗാചാര്യൻ ആർ രാജീവ്, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ദിനാചരണ പരിപാടിയിൽ സംബന്ധിച്ചു. NSS കോർഡിനേറ്റർ കാർത്തിക് മധു ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. SDPI ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം പുതുതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. SDPI ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. SDPI ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം പുതുതായി തുടങ്ങിയ ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടി 15 വർഷം പിന്നിടുകയാണ്. നമ്മൾ ഈ 15 വർഷം പിന്നിടുമ്പോൾ പാർട്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ 15 വർഷം നാം മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുതിയ ഭരണമാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും BJP 400 സീറ്റ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് അത് വളരെ ആടിയൊലയുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ഭരണം നിലനിർത്തുന്ന SDPI ആലപ്പുഴ മുനിസിപ്പൽ പ്രസിഡന്റ് അജ്മൽ അയ്യൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ട്രഷറർ സുധീർ കല്ലുപാലം, മുല്ലാത്ത് വാർഡ് കൗൺസിലർ സലീം മുല്ലാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SDPI മുനിസിപ്പൽ സെക്രട്ടറി ഹനീഷ് ഹസൻ സ്വാഗതവും മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മറ്റ് മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളടക്കം സംബന്ധിച്ചു. യോഗത്തെ തുടർന്ന് സന്തോഷസൂചകമായി പ്രദേശത്ത് പായസ വിതരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലീം ചടങ്ങിൽ അധ്യക്ഷയായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപം പണികഴിപ്പിച്ച ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ. 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. യോഗത്തിൽ V സബിൽ രാജ് അധ്യക്ഷത വഹിക്കും. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി നടത്തി. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. SDPI ആലപ്പുഴ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം പുതുതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.